ചാലം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മക്കളാണ് മാതാപിതാക്കളുടെ സമ്പത്ത്. പ്രത്യേകിച്ചും നല്ല സ്വഭാവമുള്ള വിശുദ്ധരായ മക്കൾ. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും യൂത്ത് ഗൈഡ് വഴികാട്ടിയാവാറുണ്ട്. നമ്മുടെ കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരിയും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. മാഡം, സ്വാഗതം. നമ്മോടൊപ്പം യുവജനങ്ങളുടെ പ്രതിനിധിയായി ശ്രീ ടോമി പെരുവിലങ്ങാട്ടുണ്ട്. അദ്ദേഹം അധ്യാപകനും സുവിശേഷ പ്രഘോഷകനുമാണ്. സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യ കത്ത് ഒരു +2 വിദ്യാർത്ഥിനിയെ കുറിച്ചുള്ളതാണ്. എൻ്റെ മകൾ എഴുതിയിരിക്കുന്നത് അമ്മയാണ്. എൻ്റെ മകൾ +2 വിദ്യാർത്ഥിനിയാണ്. അവളുടെ പ്രശ്നം മോഷണമാണ്. ചെറിയ പ്രായത്തിൽ സ്കൂളിൽ നിന്നും പല സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ വഴക്ക് പറയുകയും അതെല്ലാം തിരികെ കൊടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഹൈസ്കൂളിൽ വെച്ചാണ് പണം മോഷണം കണ്ടു തുടങ്ങിയത്. ട്യൂഷൻ ടീച്ചറിൻ്റെ ബാഗിൽ നിന്നും രൂപ എടുത്തു. ഇപ്പോൾ ഹോസ്റ്റലിലാണ്. അവിടെ സ്ഥിരം മോഷണമുണ്ട്. ബന്ധു വീടുകളിൽ പോയാലും മോഷ്ടിക്കും. ഞങ്ങൾ നല്ല സാമ്പത്തിക സ്ഥിതിയും നല്ല കുടുംബ മഹിമയും ഉള്ളവരാണ്. ഉപദേശിച്ചു, തല്ലി. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു രോഗാവസ്ഥയിലാണ്. അത് തിരിച്ചറിയാം. ഉപദേശിച്ചോ തല്ലിയോ മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയല്ല മോഷണം എന്ന് പറയുന്നത്. കാരണം ആ കുട്ടിയിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയം മുതലുള്ള ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആ കുട്ടിക്കുണ്ട്. കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. കാരണം പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്കുണ്ടാകുന്ന മാനസികാവസ്ഥ മുതൽ കുട്ടിയുടെ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതൽ ഇതിന് കാരണമാണ്. കാരണം ഒരമ്മ ഗർഭകാലഘട്ടത്തിൽ കൊച്ചിനെ 280 ദിവസം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സ്ട്രെസ്, അപ്പൻ കൊടുക്കുന്ന സ്ട്രെസ്, പിരിമുറുക്കങ്ങൾ, ഈ അമ്മയ്ക്ക് അങ്ങനെയുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ആ പിരിമുറുക്കങ്ങൾ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞില് സാരമായ മാറ്റങ്ങൾ വരാം. പിന്നെ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ഡെവലപ്പ് ചെയ്യുന്ന 4 വയസ്സ് വരെ. 4 വയസ്സ് വരെ കൊണ്ട് തലച്ചോറിന്റെ ഏതാണ്ട് 95% ഡെവലപ്മെന്റ്സും പൂർത്തിയാവും. ഒരു കുട്ടി ഭാവിയിൽ ആരായി തീരുമെന്ന് തീരുമാനിക്കപ്പെടുന്നത് 4 വയസ്സിന് മുമ്പാണ്. അപ്പോൾ ആ 4 വയസ്സിന് മുമ്പ് ഈ കുട്ടിയിൽ വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് പിന്നീടുള്ള അതിൻ്റെ ബിഹേവിയറൽ പ്രോബ്ലങ്ങൾക്ക് കാരണമായിട്ട് വരാറുള്ളത്. ഭയങ്കര സ്ട്രിക്റ്റായ അപ്പൻ, അമ്മയെ തല്ലുന്ന അപ്പൻ, പേടിപ്പിക്കുന്ന അന്തരീക്ഷം, വീട്ടിലെ സ്വസ്ഥതയില്ലായ്മ, അപ്പോൾ അതെല്ലാം തന്നെ ഈ കുട്ടിയിൽ ഇങ്ങനെയുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാം. അപ്പം എനിക്ക് തോന്നുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ച് അവർ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ അപ്പനും അമ്മയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അത്രയും പിരിമുറുക്കങ്ങൾ വരാൻ സാധ്യതയില്ല. ഒന്നുകിൽ അപ്പൻ ഭയങ്കര കർക്കശ ബുദ്ധിക്കാരൻ, തൻ്റെടിയും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ അപ്പനെ പേടിച്ച് പതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല ഇതൊരു അറ്റൻഷൻ സീക്കിംഗ് ആണ്, ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസാണ്. അപ്പൊ ഇത് സമാന സ്വഭാവമുള്ള ധാരാളം പേരുണ്ട്. പണമുള്ളവര്, ഇല്ലാത്തവര്. എനിക്ക് പല കോളേജുകളിൽ നിന്ന്, ഹോസ്റ്റലുകളിൽ നിന്ന് മാല മോഷ്ടിക്കുന്നവര്, പേന മോഷ്ടിക്കുന്നവര്, പുസ്തകം മോഷ്ടിക്കുന്നവര്, കുറച്ചും കൂടി വലുതായ നല്ല പ്രൊഫഷണലിൽ ഇരിക്കുന്നവര്, പറഞ്ഞാൽ ചില ഡോക്ടേഴ്സ്, അങ്ങനെ നല്ല പ്രൊഫഷണലിൽ ഇരിക്കുന്നവർ വരെ ഇത് ചെയ്യുന്നുണ്ട്. അവരറിയാതെ ചെയ്യുന്നു. അവരറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരറിയുന്നില്ല. അവർക്ക് ചില സാധനങ്ങളോട് ഒരു ഇഷ്ടം തോന്നുന്നു, അത് സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നു. ഒരാവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അടിവസ്ത്രങ്ങൾ, പെണ്ണുങ്ങളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ മോഷണം പലതരത്തിലാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേപ്പർ വെയിറ്റ് എടുത്തോണ്ട് പോകും, പുസ്തകം, ഞാൻ പറഞ്ഞില്ലേ, പലതും. അവർക്ക് ചില സാധനങ്ങളോട് ഇഷ്ടം കാണും. ആ സാധനങ്ങൾ സ്വന്തമാക്കുക, എന്നിട്ട് അത് ഒരു ഉപയോഗമില്ല ഇവർക്ക്. ഇത് വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക. പക്ഷേ പിന്നെ ഇതിന്റെ ഒരു ഉത്തരവാദി ആരെങ്കിലും വരുമ്പോഴാണ് ഇതിന് പ്രശ്നമായിട്ടിരുന്നത്. ഈ കുട്ടി പണം മോഷ്ടിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് വേറൊരു പ്രശ്നം. അവള് പണം മോഷ്ടിച്ച് എന്തു ചെയ്യുന്നു എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ കാണും. ചിലപ്പോൾ കോസ്മെറ്റിക്സ് ആയിരിക്കും, ചിലപ്പോൾ ബേക്കറി സാധനങ്ങളായിരിക്കും,
പലപ്പോഴും പെൺകുട്ടികൾ ഇങ്ങനെ പൈസ മോഷ്ടിച്ച് വാങ്ങിക്കുന്ന ഇത്തരം സാധനങ്ങളാണ്, ചോക്ലേറ്റ്സ്. അപ്പം എന്തെങ്കിലും അവർക്ക് കിട്ടുന്നില്ല വീട്ടിൽ ധാരാളമായിട്ട്, എന്തോ കിട്ടുന്നില്ല. അപ്പം അതിനുള്ള ഒരു അറ്റൻഷൻ, അതിനുപാധി, അതാണ് അവൾ കണ്ടെത്തുന്നത്. പണ്ട് ഇപ്പോൾ അമ്മയ്ക്കും അപ്പനും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നാണക്കേടാണ്. കള്ളി എന്നുള്ള, എൻ്റെ മകൾ കള്ളിയാണെന്ന് പറയുന്ന ഒരു നാണക്കേടാണ് ഇവരുടെ പ്രശ്നം. അതുകൊണ്ട് ആദ്യമേ അപ്പനോടും അമ്മയോടും ഇതൊരു രോഗാവസ്ഥയിലാണ് ഈ കുട്ടി എന്നുള്ളത് തിരിച്ചറിയുക. ആ കുട്ടിക്ക് നീണ്ട ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ചിലപ്പം മെഡിസിൻ എടുക്കേണ്ടി വരും, മെഡിക്കേഷൻ വേണ്ടി വരും. അത് ആ കുട്ടിയെ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ അവർ കുട്ടിയെ കാണിക്കുക. മെഡിസിൻ എടുക്കണമെങ്കിൽ കുട്ടിക്ക് വട്ടാണ്, അല്ലെ മാനസിക രോഗത്തിന് ചികിത്സിക്കുകയാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. കാരണം നമ്മുടെ തലച്ചോറിൽ വരുന്ന അപാകതകളാണ് ഇതെല്ലാം. അപ്പം അതിനെ ഒരു കുഴപ്പം പിടിച്ച രോഗമായിട്ട് കാണണ്ട. പഴയതിനേക്കാളേറെ സൈക്യാട്രി ഒക്കെ വളർന്നുപോയി. പണ്ട് നമ്മൾ ഭ്രാന്തന്മാർക്കും വട്ടന്മാർക്കും വേണ്ടി മാത്രമായിരുന്നു സൈക്യാട്രി എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. കുറച്ചുകൂടി, അതെ, തീർച്ചയായിട്ടും. അതായത് തലച്ചോറിലെ ഒരു കെമിക്കൽ, ലീത്തിയം എന്ന് പറയുന്ന കെമിക്കലാണ് നമ്മുടെ മെന്റൽ ബാലൻസിനെ നിലനിർത്തുന്നത്. ഈ മെന്റൽ ബാലൻസിനെ നിലനിർത്തുന്ന ലീതിയത്തിന്റെ അംശത്തിൽ വരുന്ന അപാകതകൾ മാനസിക രോഗങ്ങൾ ഉണ്ടാക്കാം. പലപ്പോഴും ലീതിയത്തിന്റെ അംശമുള്ള ലിഥിയം ആണ് അവർ റീപ്ലേസ് ചെയ്യാനായിട്ട് മരുന്നൊക്കെ തന്നെ പലതിലും കൊടുക്കുന്നത്, എല്ലാത്തിലും അല്ല, ചില. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള അപാകതകൾ ഉണ്ടാവാം. അതുകൊണ്ട് ഈ കുട്ടിയെ തല്ലിയോ പേടിപ്പിച്ചോ അവളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഇവർ വിചാരിക്കണ്ട. അത് നടക്കത്തില്ല. അതിൽ നിന്ന് ആഴമായ ആ വേര് പറിച്ച് എടുത്ത് കളയണം. അത് ചെറുപ്പത്തിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇപ്പൊ +2 വരെ അല്ല, 4ാം ക്ലാസ്സിൽ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ വിചാരം എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് മാറും എന്നുള്ളതാ. അറിവാകുമ്പം മാറും, 10ാം ക്ലാസ് ആകുമ്പോൾ മാറും, ഹൈസ്കൂൾ ആകുമ്പോൾ മാറും, അങ്ങനെയൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ക്ലെപ്റ്റോമാനിയ ഒരു മാനസിക വൈകല്യമാണ്, ഒരു രോഗാവസ്ഥയിലാണ് ആ കുട്ടി. അതുകൊണ്ട് അപ്പനും അമ്മയും കുറച്ചും കൂടി ഒരു രോഗിയോട് കാണിക്കുന്ന പരിചരണം, രോഗിയോട് കാണിക്കുന്ന അവസ്ഥ, അത് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ശ്രദ്ധയുണ്ടായിരിക്കണം കുട്ടിയുടെ മേലെ. അവളുടെ റൂം, അവിടെ എന്തൊക്കെ കൊണ്ട് അവൾ പാത്തു വെക്കുന്നുണ്ട്, അവൾ എങ്ങനെ എവിടെയൊക്കെ പോകുന്നു. ബന്ധു വീടുകളിലൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതൽ ഈ പൈസ ഒക്കെ എടുക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നായിരിക്കില്ല. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്കൊരു പയ്യന്റെ കേസ് ഉണ്ടായിരുന്നു. അവന് പിന്നെ പുറത്തൊന്നും മോഷ്ടിക്കത്തില്ല. അവൻ മോഷ്ടിക്കുന്നത് ATM കാർഡ് കൊണ്ടുപോയി പൈസ എടുക്കും. റബ്ബർ ഷീറ്റാണ് അവൻ്റെ ഏറ്റവും വലിയ ബലഹീനത. അവൻ അന്നന്നത്തെ ചെലവിനുള്ള റബ്ബർ ഷീറ്റ് ബാഗിനകത്ത് ചുരുട്ടി വെച്ചിട്ടാണ് പോവുക, അന്നന്നത്തെ കാര്യങ്ങൾ. പിന്നെ റബ്ബർ കടയിൽ ചെന്ന് വാങ്ങിക്കുക. അമ്മ പറഞ്ഞു വിട്ടു 10,000 രൂപ തരാൻ. ആശാന് കള്ളുകൂടിയില്ല, സെറ്റോലിയില്ല, ഒന്നുമില്ല. പുള്ളിയുടെ മുന്തിയ തരം കാറ് റെന്റിനെടുക്കും. നമ്മൾ സാധാരണ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത വലിയ കാറുകൾ. എന്നിട്ട് അത് റെന്റ് കാർ എടുത്തിട്ട് കൂട്ടുകാരെ കൂട്ടി അതിൽ പോകും. അതിൽ പോയിട്ട് ഏറ്റവും നല്ല ഹോട്ടലുകളിൽ കയറി ഏറ്റവും നല്ല ഫുഡ്, പുള്ളിക്ക് വേറെ ഒന്നും ഇല്ല. എന്നിട്ട് പുള്ളി തിരിച്ചു വരും. അപ്പോൾ അത് വീട്ടിൽ നിന്ന് മാത്രമുള്ള മോഷണം. അത് പുള്ളിയുടെ ആ ഒരു സുഖലോലുപത ജീവിതത്തിന് വേണ്ടിയുള്ള ഒരാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല. അത് കൗൺസിലിങ്ങിലൂടെ മാറി അതിനിപ്പോൾ നല്ല പഠിച്ചു, നല്ല നിലയിലായി. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. വറി അടിക്കേണ്ട. നമുക്ക് തീർച്ചയായിട്ടും ആദ്യം ആ കുട്ടിയെ വേണമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് എവിടെയെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ ആ കൗൺസിലർക്ക് അതിനെ റെഫർ ചെയ്യാൻ പറ്റും. അല്ല, ഇത് വീട്ടുകാരെ പേടിക്കേണ്ട, ഇത് നാണക്കേടാണ്, നാട്ടുകാരറിഞ്ഞാൽ നാളെ അവളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ, ഇതൊക്കെ ഈ വീട്ടുകാരുടെ പേടി. മെഡിസിൻ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം അതാ. അപ്പോൾ അങ്ങനെ പേടിക്കാതെ അത് മാറ്റി തന്നെ വിടുന്നതായിരിക്കും നല്ലത്. പിന്നെ കല്യാണം കഴിച്ച് വേറെ പ്രശ്നമായിട്ട് വരുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ തന്നെ അതിന്റെ ഒരു പിന്നെ എന്താണ് കാരണമെന്ന്, റിയൽ കാരണമെന്ന് കണ്ടുപിടിക്കുക. ഒരു രോഗിയോടുള്ള കാരണം കുട്ടിയോട് കാണിക്കുക. അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സാർ ഒരു അധ്യാപകനും കൂടിയാണല്ലോ. സമാനമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അധ്യാപന ജീവിതത്തിലും ആത്മീയ ശുശ്രൂഷകളിലും ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് കാണാറുണ്ട്. അതിലിപ്പം ഇത് പറഞ്ഞതുപോലെ ചെറിയ കുട്ടി മുതൽ ഡിഗ്രി പഠിക്കുന്നവര്, കുറച്ചും കൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം മക്കളുള്ളവര്, അങ്ങനെയൊക്കെയുള്ള ആളുകളെ ഇത്തരം കേസുകൾ പ്രായഭേദമില്ല ഇതിൻ്റെ അകത്ത്, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ഒരു കേസുകളൊക്കെ വരുമ്പം പ്രധാനമായിട്ടും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മാഡം പറഞ്ഞതുപോലെ ഒരു മാനസിക സമ്മർദ്ദത്തിന്
ഈ ഒരു അപാകതയ്ക്ക് അടിമപ്പെട്ട ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു മനോപീഡയുണ്ട്. ശരിയായിരിക്കാം. അത് നമുക്ക് മെഷർ ചെയ്യാൻ പിന്നീട് അത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു ഈ മനോപീഡയുണ്ട്. സമയത്ത് ഈ കുട്ടിക്ക് മാനസിക പീഡയൊന്നുമില്ല, പീഡയില്ല. വളരെ ഹാപ്പിയാണ്. പിടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദമുണ്ട്. ഇത് കട്ടെടുക്കുമ്പോഴും പിടിക്കപ്പെടുമെന്ന് കുട്ടി ചിന്തിക്കുന്നില്ല, നോർമൽ ആയിരിക്കണം, ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് കാരണം ഷീസ് അബ്നോർമൽ. അബ്നോർമലാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ അടുത്ത് കൊണ്ടുവരിക. സാറേ ഇത് കണ്ടോ, ഇവളെ എടുത്തതാണ്, ഞാൻ ഒരിക്കലും ഇവളെ എടുക്കുമെന്ന് വിചാരിച്ചില്ല, ഞാൻ ഇവിടെ ഒത്തിരി വിശ്വസിച്ചു. ഇങ്ങനെയൊക്കെ കുറെ വളരെ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ പറയും. സത്യത്തിൽ സുഖപ്പെടേണ്ട ഒരു രോഗമായത്. ഇത് സുഖപ്പെട്ടേ മതിയാവും. ഇത് മാഡം പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. ചിലതിന് ട്രീറ്റ്മെന്റ് വേണം. ഇതെല്ലാവർക്കും ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. ഒന്ന്, ചികിത്സയെ ഭയപ്പെടുന്ന ഒരു കാലം. ഒരു മാനസിക ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോലും കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു പേടിയുള്ള കാലമാണ്. സമൂഹം അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലേ? ശരീരത്തുണ്ടാകുന്ന ഒരു പാട് പോലും വളരെ സീരിയസ് ആയി എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനസ്സിന് എന്തെങ്കിലും ഒരു പോറലൊരു കുട്ടിക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ കുട്ടിയെ സമൂഹത്തിന് പുറത്തായപ്പെടുക. അപ്പോൾ വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായത്. ഇതിനകത്ത് മനുഷ്യന്റെ പ്രയത്നങ്ങൾ നിർബന്ധം. കുറച്ചും കൂടെ അപ്പുറത്ത് പറഞ്ഞാൽ, ഈ കുഞ്ഞിനെ യഥാർത്ഥത്തിൽ അറിയാവുന്നത് കുഞ്ഞിന്റെ അമ്മയ്ക്കാണ്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് അറിയാം. ഒരുപക്ഷെ കുട്ടി ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിലോ ഒരുപക്ഷെ അതിനു മുമ്പോ ഈ ഒരുപക്ഷെ അമ്മയ്ക്ക് സഫലമാകാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ചില കേസുകൾ അങ്ങനെ കാണാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ വളർച്ചയിൽ വന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ. സാറ് പറഞ്ഞാൽ ഒരു കാര്യം ഇതാണ്, ഗർഭകാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ ചൈൽഡ് സൈക്കോളജിയിൽ അതിന് ഒരു 3-4 സ്റ്റേജുകളിലൂടെ ഒരു കൊച്ചു കടന്നു പോകുന്നുണ്ട്. ആദ്യത്തെ ഓറൽ സ്റ്റേജ്, പിന്നെ എയ്നൽ സ്റ്റേജ്, ലേറ്റൻസി പീരീഡ്, ഇങ്ങനെ വരുന്ന, അത് സൈക്കോളജിസ്റ്റുകളുടെ ഭാഷയാണ്. അപ്പം അതിനകത്ത് ഓരോ സമയത്ത് ഈ കൊച്ചുങ്ങളിൽ ഓരോ ഡെവലപ്മെന്റ്സാണ് നടക്കുക. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന സമയമാണ്. അപ്പം ഈ മുലപ്പാൽ നുണഞ്ഞു കുടിക്കുന്ന സമയം ഈ കുട്ടിയുടെ മുഖത്തെ മസിലുകൾ, നമ്മുടെ ഈ കുട്ടിയുടെ മസിലുകളാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം കൊടുക്കുന്നത്. ആ സമയത്ത് ആ മസിലുകൾ കൊടുക്കുന്ന അനുഭൂതിയാണ് ഒരു മനുഷ്യനിലെ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് സഹായിക്കുന്നത്. സന്തോഷത്തോടെ മുലപ്പാൽ കുടിക്കാൻ അവസരം കിട്ടുന്ന ഒരു കുട്ടിയിൽ പക്വതയുള്ള ലൈംഗിക വികാരങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എയ്നൽ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ കൊച്ചു കമന്ന് വീണ് വട്ടം കറങ്ങി പൊങ്ങുന്നൊരു സമയം. ആ സമയത്ത് ഒരു കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് പറയുന്നത് മലമൂത്ര വിസർജനം നടത്തുക എന്ന് പറയുന്ന പ്രക്രിയ. ഈ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഒരു കൊച്ചനുഭവിക്കുന്ന സന്തോഷവും ഒരു സ്ത്രീയും പുരുഷനും സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ അനുഭവിക്കുന്ന സന്തോഷവും ഈക്വൽ ആണെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതായത് ഈ ഡെവലപ്മെന്റ്സിൽ ഓരോ സമയത്ത് ഓരോന്നാണ് സംഭവിക്കുക. പിന്നെ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോൾ ഇതവിടെ ഉറങ്ങിക്കിടക്കുക. പിന്നെ ടീനേജിൽ തലപൊക്കുക. അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ സെക്ഷുവാലിറ്റി മാത്രമല്ല, നമ്മുടെ പല ബിഹേവിയറൽ പാറ്റേൺസും ഡെവലപ്പ് ചെയ്യുന്ന 7 വയസ്സിന് മുന്നേ. അപ്പോൾ ഈ കുട്ടിയിൽ ആ സമയത്ത് എന്തൊക്കെയും അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി ഉരുവാകുന്ന നിമിഷം മുതൽ കുട്ടിയിൽ വ്യക്തിത്വം വളരുക. അമ്മയ്ക്കുണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായ എല്ലാ വികാരങ്ങളും കുട്ടിയിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ഒരു 9 മാസം 9 ദിവസമൊക്കെ ഉള്ളൊരു കാലഘട്ടം, ആ പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്ന, അമ്മയ്ക്കുണ്ടായിരുന്ന സാധ്യതയുണ്ടായിരുന്ന ചില വൈകാരിക ഭാവങ്ങൾ ഒരുപക്ഷെ കുട്ടിയിലേക്ക് വന്നിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, സഫലമാകാത്ത ആഗ്രഹങ്ങൾ, ചില വസ്തുക്കളോടുള്ള താല്പര്യം, ചിലത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള താല്പര്യം, ഇതൊക്കെ ഈ അമ്മയുടെ മനസ്സിലുണ്ടാവാം. ഇത് കുഞ്ഞിലേക്ക് വരാം. അപ്പോൾ കുഞ്ഞ് ഇവിടെ വന്ന് കൊച്ച് ഗ്രാജുവലായി അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇത് കുട്ടി ഒരുപക്ഷെ പുറത്തേക്ക് കാണിക്കാം. അങ്ങനെ സാധ്യതകൾ കാണുന്നുണ്ട്. അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സത്യത്തിൽ അമ്മ കടന്നുപോയ കാലഘട്ടം മനസ്സിലാക്കുകയും അവിടെ ഒരു ഇന്നർ ഹീലിംഗ്, കുറച്ചുകൂടി സ്പിരിച്വൽ ഞാൻ പറഞ്ഞാൽ ഒരു ആന്തരിക സൗഖ്യം അമ്മ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞിനും കിട്ടണം. ഇങ്ങനെ അത്ഭുതകരമായ വിടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കുട്ടിയുടെ മനസ്സിന്റെ വന്ന അപാകത ഒരു ഹീലിംഗ് ശുശ്രൂഷകളിലൂടെ കടത്തിവിട്ട് സുഖപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തർക്കദോഷം പോലെ ഇത് വളർന്നു വരിക. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഈ കുട്ടികളിലേക്ക് കടന്നു വന്ന ഈ അപാകതയെ സ്പർശിക്കപ്പെടുകയും
കുട്ടി റിലീസാകുകയും ചെയ്യുന്നത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ആത്യന്തികമായി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ, ഒരു പ്രധാനപ്പെട്ട ഒരു പരിഗണന എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു മാനസിക സൗഖ്യത്തിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയും അതിന് പറ്റുന്ന രീതിയിലുള്ള മാതാപിതാക്കൾ സ്റ്റെപ്പുകൾ സ്വീകരിക്കുകയും ചെയ്യുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഞങ്ങൾ 3 സഹോദരന്മാരാണ്. എനിക്ക് 12 വയസ്സ്, ഇളയ ആൾക്ക് 4 വയസ്സ്. അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബം. ഞങ്ങളുടെ അമ്മ വളരെ ചെറിയ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. 3-4 മാസം അവർ എവിടെയോ പോയി താമസിച്ചു. പിന്നീട് തിരിച്ചു വന്നു. പക്ഷേ അച്ഛൻ അമ്മയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യും? വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് കുട്ടികളുടെ, അല്ലേ? 12 വയസ്സുള്ള മൂത്ത കുട്ടി നമ്മള് പലയിടത്തും കാണുന്ന ഒന്നാണിത്. വഴിവിട്ട ബന്ധങ്ങളിലൂടെ പലരെ വിശ്വസിച്ചിറങ്ങി പോകുന്ന സ്ത്രീകളെ. അതിന്റെ കാരണങ്ങളിലേക്ക് ഇപ്പൊ കുട്ടികളുടെ നിസ്സഹായാവസ്ഥയാണ് കൊച്ചെഴുതിയിരിക്കുന്നതെങ്കിലും ഇത് എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ വീട്ടമ്മമാർ എല്ലാവരും വളരെ കരുതലോടെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് വീട്ടമ്മമാര് ഒത്തിരിയേറെ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം 3 കുഞ്ഞുങ്ങളുള്ള ഒരമ്മ തന്റെ കുടുംബത്തെക്കുറിച്ച് ഇനി ഒന്നും ഓർത്തില്ലേ. ഇളയ കൊച്ചിന് 4 വയസ്സാണ്. അതിന്റെ മുഖത്ത് നോക്കിയാൽ അവർക്ക് വേറൊരാളോട് പ്രണയം വരുന്നത് എങ്ങനെയാന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാരണം അമ്മയുടെ ബലഹീനത എന്ന് പറയുന്നത് എപ്പോഴും മക്കളാണ്. നമ്മൾ അമ്മമാരാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബലഹീനതയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ഈ അമ്മ ഒളിച്ചോടി പോയത് ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇവർക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവില്ല. അതൊരു കാരണമാണ്. ഇവർ തമ്മിൽ ഏജ് ഡിഫറൻസ് ഒത്തിരി ഉണ്ടാവാം, കാണാം. ഞാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ കണ്ണിലൂടെ കാണുവാണത്. ഏജ് ഡിഫറൻസ് ഉള്ളപ്പോൾ കുറച്ചുകൂടി ചെറുപ്പക്കാരനായിരുന്നു ഭർത്താവെങ്കിലെന്ന് അവരെപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. ഭർത്താവിന് ഏജ് കൂടുതലുണ്ടെങ്കിൽ, സൗന്ദര്യം കുറവാണെങ്കിൽ, ഇവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് ഇതിനോട് ചില കാര്യങ്ങളോട് താല്പര്യമില്ലെങ്കിൽ ഈ സ്ത്രീ ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ഉണ്ട്. അപ്പോൾ ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ പിള്ളേർ സ്കൂളിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വിശ്രമവേളകളിലെ വിനോദ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഒത്തിരിയുണ്ട് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക്. മൊത്തം ഈ കെട്ടിയന്മാർ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും. ആരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പല സ്ഥലങ്ങളിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, പല കേസുകളിലും ഞാൻ കാണുന്ന കാര്യമാണ്, ഈ വർത്താനം പറയുന്നവർ നല്ല ചക്കര പഞ്ചാര വാക്കൊക്കെ പറയും, നല്ല സിനിമയിൽ നല്ല ഡയലോഗുകളൊക്കെ പറയും. അപ്പോൾ ഈ പെണ്ണുങ്ങൾ വീണിട്ട് ചെറുപ്പക്കാരാണ് കൊണ്ടുപോക്കോളാന്ന് പറയും. പക്ഷെ അവനൊക്കെ കുറച്ച് ദിവസം കൊണ്ട് നടന്ന് അവന്റെ കാര്യം കണ്ടിച്ച് അവൻ പറഞ്ഞു വിടും. എന്നാ മണ്ടത്തരാണ് നമ്മളെ ഒരു കൊച്ചു പയ്യൻ കൊണ്ടുപോയി നോക്കൂന്ന് ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോ 26 വയസ്സുള്ള പയ്യൻ 52-കാരിയെ കല്യാണം കഴിച്ച കേസ് വരെ വന്നിട്ടുണ്ട്. ഇവന് ഞാൻ കൗൺസിലിംഗ് കൊടുത്തിരുന്നു, കല്യാണം കഴിക്കരുത്, അബദ്ധമാണ്. പക്ഷെ അവൻ കല്യാണം കഴിച്ചു. അവൻ എന്നോട് പറഞ്ഞു, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല, നല്ല ഐഡിയൽ കപ്പിൾസാണ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആയിരിക്കും, നീ എന്നോട് ഒരു 5 വർഷം കഴിഞ്ഞ് കാര്യം പറഞ്ഞാൽ മതി, ഇനിയും അല്ലെ 3 വർഷം കഴിഞ്ഞ് നീ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ കാരണം ആ സ്ത്രീക്ക് 52 ഇപ്പം തന്നെ, 3 വർഷം കഴിയുമ്പോൾ അവർ 55 മെനപ്പോസ് അവർ വേറെ രീതിയിൽ പോകും. ഇവന് ആ പാടെ 26 ആയിട്ടുള്ളൂ. അവൻ്റെ ജീവിതത്തിലെ നല്ല പ്രായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സ്ത്രീ വയസ്സാകും. പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു, നിനക്ക് 36 ആകുമ്പോൾ അവർക്ക് 66, അവർ പെട്ടെന്ന് ചാവും, നീ ഇവനെ വേറെ കല്യാണം കഴിക്കാം. ഇങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൻ കല്യാണം കഴിച്ചു പോയി. എനിക്കങ്ങനെ വരുന്നുണ്ട് വിചിത്രമായ ചില മനസ്സിൻ്റെ വികലതകളുള്ള ചില സ്ത്രീകൾ. ഇതിന് ഇപ്പൊ അവര് പ്രണയമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആ സ്ത്രീക്ക് എന്തോ ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടായി. അവന്റെ വർത്തമാനമാകാം, പെരുമാറ്റമാകാം, ഇതിനകത്ത് വല്ല ഫോട്ടോ അയച്ചു കൊടുത്തതാകാം. കാരണം ഇവരെങ്ങനെ കണ്ടെത്തി എന്നുള്ളത് എനിക്കറിയില്ല. അവർ വീട്ടമ്മയാണ്. ഹസ്ബൻഡ് ഈ 3 പിള്ളേരുള്ള സ്ത്രീക്ക് എവിടെയാണോ ഇതിനൊക്കെ നേരം എന്നുള്ളതും നമുക്കറിയില്ല. ഒത്തിരി ജോലികൾ വീട്ടിൽ ചെയ്യാനില്ലേ. പക്ഷെ അതിനിടയിൽ അവർ ബന്ധം ഉണ്ടാക്കി പോയി 4 മാസം കൂടെ താമസിച്ചു തിരിച്ചു വന്നിരിക്കുന്നു. ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയാൾക്ക്. പക്ഷെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ പറയും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയാളൊരു വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയാൾ ആ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. കാരണം നിരപരാധികളാണ് കുഞ്ഞുങ്ങൾ. അവരെന്ത് തെറ്റ് ചെയ്തു? അവർക്ക് അമ്മ ചെയ്തതിന്റെ, ഈ 4 വയസ്സുള്ള കൊച്ചിന് അമ്മ ചെയ്തതിന്റെ ഗൗരവം അറിയില്ല. കുറെ കഴിയുമ്പോൾ ഈ പിള്ളേർ വളരും. ഇവരെ 3 പേരെ വളർത്താൻ 3 ആൺപിള്ളേരാ. അവർക്ക് കൊടുക്കേണ്ട പ്രായത്തിൽ നല്ല ആഹാരം കൊടുക്കാനോ അല്ലെങ്കിൽ ചൊൽപ്പടിയിൽ നിർത്തി വളർത്താനോ അപ്പനെപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കും.
അപ്പം അങ്ങനെ അത് കിട്ടാതെ വരുമ്പോൾ പിള്ളേർ വലുതായി കഴിയുമ്പോൾ പിള്ളേർ തന്നെ അപ്പനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചത്? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഈ ജീവിതത്തിൽ പിന്നീടുണ്ടാകും. ഇപ്പം തൽക്കാലം ഞാൻ അപ്പനോട് പറയുന്നത്, ദൈവികമായ ഒരു ചിന്തയിലേക്ക് ആ മനുഷ്യൻ വരാൻ തയ്യാറാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. എന്തുകൊണ്ടാണ് ഇയാളുടെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടാണോ ഇവർ പോയെന്നുള്ളത് അയാൾ അനലൈസ് ചെയ്യണം ജീവിതത്തെ. ഒരു മാപ്പ്, ഒരു ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക. പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ പറയാൻ എളുപ്പമാണ്. ജീവിതത്തിൽ അത് വന്നു കഴിയുമ്പോഴും അവനവൻ്റെ ജീവിതത്തിൽ വന്നാലും നമുക്കത് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, തിരിച്ചു സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ സ്വീകരിച്ച ആ വീട്ടിൽ തൽക്കാലം അവർക്ക് മക്കളെ സ്നേഹിക്കാനും മക്കൾക്കൊരു നല്ല അമ്മയെ ജീവിക്കാനും കൂടെ ഒരു ചാൻസ് കൊടുക്കുക. ആ ചാൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയുക, ജീവിതമാണ്. അവർ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പതുക്കെ പതുക്കെ മനസ്സിൽ നിന്ന് ഇതിനെ വിട്ടുകളയണം. പാസ്റ്റ് ലൈഫ് വിട്ടുകളയുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ വളർന്നു വരണം. അവർക്ക് ദേ നീഡ്സ് കൗൺസിലിംഗ് വേണം, അവർക്ക് ധ്യാനം വേണം. പിന്നെ നമ്മൾ ക്രിസ്ത്യൻസ് അല്ല എങ്കിലും പോലും നല്ല കൗൺസിലിങ്ങോ നല്ല പ്രാർത്ഥന, ഏത് മതം ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെയൊന്ന് സംഭവിച്ചു പോയതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിമുട്ടി പോകാതിരിക്കാനായിട്ട് ഒരു സാക്രിഫൈസിന് ആ മനുഷ്യനെ ഒരുക്കണം, തയ്യാറാവണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സാറിന് എന്താണ് പറയാനുള്ളത്? 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കത്താണ് ഇത് അല്ലേ? അപ്പൊ ആ കുട്ടി അവന് അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഫീൽ ചെയ്യുന്നുണ്ട്. 12 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവൻ പരിഹരിക്കേണ്ടതോ അവന് പരിഹരിക്കാൻ പറ്റുന്നതോ ആയ ഒരു സംഭവം അല്ല താൻ. പക്ഷേ ആ കുഞ്ഞിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവൻ്റെ മാതാപിതാക്കളെ കുറിച്ചും അവരോട് ഒരുമിച്ചുള്ള ജീവിതത്തെ കുറിച്ചും നല്ല സ്വപ്നം അവനുണ്ട്, മിടുക്കനാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് അനേക കുട്ടികൾക്ക് അവൻ മോഡലായി മാറിക്കഴിഞ്ഞു അല്ലേ? അവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവന് തൻ്റെ അപ്പനെയും അമ്മയും ഒരുമിച്ച് കൊണ്ടുവന്ന് സഹോദരങ്ങളോടൊത്ത് ജീവിക്കണമെന്നുള്ള ആ വലിയ ശുദ്ധമായ ആഗ്രഹം. ഇത്തരം ഒരു ആഗ്രഹം സത്യത്തിൽ അവനിൽ ഉണ്ടാക്കിയത് ദൈവമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകില്ല. അവന്റെ മാതാപിതാക്കളെ തമ്മിൽ തെറ്റിച്ചത് എന്ത് പറഞ്ഞാലും ദൈവത്തിന്റെ പ്രവർത്തനമല്ല, അത് തിന്മയാണ്, പൈശാചിക പ്രവർത്തനം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും ചില സമയത്ത് നമുക്ക് സന്തോഷം തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പൊ ചില അത്ഭുതങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, ചിലത് നമുക്ക് സങ്കടം തരും. അപ്പൊ ഈ കുഞ്ഞിന്റെ ജീവിതത്തില്, ഈ മകന്റെ ജീവിതത്തില് സത്യം പറഞ്ഞ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവന്റെ അമ്മ തിരിച്ചു വന്നു. അവനെ സംബന്ധിച്ച് അത് അവന്റെ അമ്മയാണ്, അവന്റെ അപ്പനെ സംബന്ധിച്ച് അത് അവന്റെ അപ്പന്റെ ഭാര്യയാണ്. അപ്പൊ ഇവിടെ നൊന്തുപെറ്റ അമ്മയെ മറക്കരുത് എന്നൊരു കർത്താവിന്റെ വചനമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. ഇവിടെ ആ 12 വയസ്സുള്ള ഈ മകൻ അമ്മയെ മറക്കാതെ അമ്മയെ സ്വീകരിച്ചു. അവന്റെ മനസ്സ് അമ്മയെ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലേ? അവന്റെ മനസ്സിൽ ഇപ്പോൾ അമ്മയുണ്ട്. അപ്പൊ അവൻ അമ്മയെ സ്വീകരിച്ചു. അപ്പൻ ഇനി എങ്ങനെ അമ്മയോട് പ്രതികരിക്കും എന്നതായിരിക്കണം ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഹാർമണി പോയി, ആ കുടുംബത്തിന്റെ ഹാർമണി പോയി. അത് കൊച്ചിന്റെ പെയിനാണ്. ഇവിടെ കുട്ടികൾ പാലം പണിയുന്നു. കുട്ടികൾ പാലം പണി അല്ലെ? എത്ര തകർന്ന ജീവിതങ്ങളെയാണ് കുഞ്ഞുങ്ങൾ നേരെ കൊണ്ടുവരുന്നത് അല്ലേ? അപ്പൊ ഈ മകന് ഇത്രയും നന്മയുള്ള ഈ കുഞ്ഞിന് അവന്റെ ഈ ഒരൊറ്റ ഇടപെടലിലൂടെ, അവന്റെ കുറച്ചും കൂടെയുള്ള ഒരു മൗനത്തിലൂടെ, കുറച്ചും കൂടെയുള്ള ഒരു ത്യാഗത്തിലൂടെ, അതിനേക്കാൾ അപ്പുറത്ത് അവന്റെ പ്രാർത്ഥനയിലൂടെ അവനെ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യക്തികളിലൂടെ അവൻ ഈ കുടുംബത്തെ വീണ്ടെടുക്കാൻ പറ്റും. ഒരു പാലം പണിയാ അല്ലേ? അവനതങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ അവൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു അവന്റെ കുടുംബത്തിന്റെ തൂണായിക്കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു പാലമായി നിൽക്കുന്നത് അവൻ തുടരും. അമ്മയെ സ്വീകരിച്ചിട്ടില്ല അപ്പൻ സ്വീകരിച്ചില്ല, സ്വീകരിക്കുന്നില്ല. അതാണ് അവന്റെ പ്രോബ്ലം. അപ്പൊ അവൻ അതിനെ ഇടയ്ക്ക് വേദനിക്കുകയാണ്. അയാൾ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം അതാണ്. അവനെ സംബന്ധിച്ചുള്ള പാലം നിൽക്കണമെങ്കിലും അമ്മനെ ഒന്ന് സ്വീകരിക്കാൻ അപ്പനൊരു മനസ്സുണ്ടാവണം. ആ മനസ്സാണ് ഇപ്പൊ ഇവിടെ ഇല്ലാത്തത്. ഇതൊരു വല്ലാത്തൊരു ദുരന്ത അനുഭവമാണ്. സ്ത്രീകൾ സഹായം തേടുകയും മാർഗമുള്ളൂ. പറഞ്ഞതുപോലെ ഇപ്പം അപ്പൻ എന്ന നിലയിൽ അപ്പനും
തൻ്റെ മക്കൾ അമ്മയെ സ്വീകരിച്ചെന്ന് കാണുമ്പം സ്വാഭാവികമായും അപ്പൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടാവും. അതെ, മാറ്റം ഉണ്ടാവണം. മക്കൾക്ക് വേണ്ടി അപ്പൻ, അതാ ഞാൻ പറഞ്ഞത്, മക്കൾക്ക് വേണ്ടി അപ്പൻ ആ സാക്രിഫൈസിന് തയ്യാറാണ്. പക്ഷെ നമുക്ക് ഇത് എല്ലാ സ്ത്രീകൾക്കും ഒരു വാണിംഗ് കേട്ടോ ഇപ്പോഴത്തെ. കാരണം അമ്മ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പദമാണ്. എല്ലാ മനുഷ്യന്റെയും മനസ്സിലെ നന്മയാണ് അമ്മ എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു ചാലക ശക്തിയാണ് അമ്മ. ഒരു സ്ത്രീ കല്യാണം കഴിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോകുന്നതല്ല അമ്മ എന്ന് പറയുന്നത്. മകനോട് എനിക്കൊന്നുകൂടെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, നമ്മളൊക്കെ ഒത്തിരി അവനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് ഈ പ്രോഗ്രാം കാണുന്നവർ, ഇത് ഇങ്ങനെ വേദന അനുഭവിക്കുന്നവരോട് ഇടപെടുന്നവർ, ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇത്തരം കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട കാലമാണ്. കണ്ണീരോടെ അവന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, ഇത്തിരി കുടുംബം പോലെ ആദ്യമേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അപ്പോൾ മറുപടി കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇവൻ്റെ ആഗ്രഹം ദൈവം കാണും, ദൈവം ഇടപെടും. ഒരമ്മയ്ക്ക് തൻ്റെ മക്കളാണ് ഏറ്റവും വലുത്. അവരുടെ സംരക്ഷണ ചുമതല അച്ഛന്. അതുകൊണ്ട് എല്ലാം മറന്ന് നല്ലൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നന്ദി.